കിടക്കുന്നതിന് മുമ്പായിട്ട് അഹമ്മദൊക്കെ അറിയാവോ? ഇതാണ് നമ്മുടെ വയനാട്ടിലെ ഹണി മ്യൂസിയം ആൻഡ് ഇത് നമ്മളത് വിസിറ്റ് ചെയ്തപ്പോൾ ഒരു വ്ളോഗാണ് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തേനായി കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുക പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഒരു തേനീച്ചല്ല പല തേനീച്ചകളുടെ ഹണിസ്റ്റോക്ക് കൂടെ കൺവേർട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ അത് ഇവർക്ക് ശരിക്കും മുകളിൽ നിന്ന് കിട്ടുന്ന അത് കിട്ടാതെ വരുമ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഒപ്പം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് കൊടുക്കുന്ന ഇവർ ഈ പിന്നെ അങ്ങോട്ട് പർച്ചേസിങ് സെഷൻ ആയിരുന്നു കേട്ടോ. അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹണീസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കേക്ക് പോലും ചെയ്യാത്ത ടൈപ്പ് ഓഫ് തേൻ, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം, എല്ലാം പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പോകുമ്പോഴും ഒരു പുറകെ വന്ന് ചോദിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ടോ, എല്ലാം അവർ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഇതൊക്കെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി നമുക്ക് കുറച്ച് അവരുടെ ഒരു സെഷൻ കിടക്കുന്നതിന് മുമ്പായിട്ട് അഹമ്മദൊക്കെ അറിയാവോ? അഹമ്മദൊക്കെ തിളപ്പിച്ച് അറിയാം. കുറഞ്ഞ തോതിൽ 2 സ്പൂൺ തേൻ കഴിക്കുകയാണെങ്കിൽ വാക്സിനല്ല. അതോ ഇതാണ് ചേട്ടാ വെയിറ്റ് ലോസിനൊക്കെ കാട്ടുതേനിൽ വരുന്ന കുറ്റുതേൻ, അതെ അത് ഇവിടെ തുളസി പനി കഫക്കെട്ട് ഗ്യാസ് അസിഡിറ്റിക്ക് മെയിനായിട്ട് ഇതൊന്ന്. അത് കഴിഞ്ഞിട്ട് കരഞ്ച്, പിന്നെ ഫാറ്റി ലിവർ, കിഡ്നി സ്റ്റോൺ, അൾസർ. മലയാളി വേണോ? കൊള്ളാമോ? തേൻ വേണോ? ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? അതാണ് സാധാ തേന, അതാണ് നാളെ കൊണ്ട് കഴിച്ചത്. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ചേട്ടൻ പറഞ്ഞില്ല. എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോ പിടിക്കുകയാണോ അതോ റെക്കോർഡിങ് മാത്രമാണോ? അതെ, പിടിക്കുക. പാടില്ലേ? പാടില്ലായൊന്നുമില്ല. നിങ്ങൾ ആദ്യം മെയിനായിട്ട് നിങ്ങൾ സീരിയസ് ആണല്ലോ. എന്തിനാണ് അങ്ങനെ പറയുന്നതോ? സീരിയസ് അല്ലെങ്കിൽ നിങ്ങൾ കുടിച്ച തേനിൻ്റെ ഗുണങ്ങൾ എന്തായാലും കിട്ടും, നഷ്ടം വരില്ല. വെയിറ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നവരോ ശ്രദ്ധിച്ചോളൂ. രാവിലെ നിങ്ങൾ ചെയ്യുന്ന പോളപ്പ്, രാവിലെ എണീറ്റതും പല്ലൊക്കെ തേക്കുന്നതിന് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചൂടുവെള്ളം കുടിക്കാം. ഒരു 2 ചെറിയ 200 മില്ലിൻ്റെ വീട്ടിലെ ഗ്ലാസ് ഇല്ലേ, അങ്ങനത്തെ 2 ഗ്ലാസ് വെള്ളം കുടിക്കാം. ലൈറ്റ് ചൂടുവെള്ളം കുടിക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തുനിന്ന് 2 സ്പൂൺ പോലത്തെ ചെറിയ സ്പൂൺ 2 സ്പൂൺ തേൻ എടുക്കുക. എന്നിട്ട് കുറഞ്ഞ ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളത്തിൽ തേൻ കഴിക്കരുത്. കുറഞ്ഞൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക. അതിനകത്ത് ഇതിലേക്ക് 2 സ്പൂൺ തേൻ ഒഴിക്കുക. എന്നിട്ട് ഒരു കഷ്ണം ചെറുനാരങ്ങ അതിനകത്തേക്ക് പിഴിയുക. ചെറുനാരങ്ങ ഒരു കഷ്ണം പിഴിയുക. എന്നിട്ട് എന്ത് ചെയ്യാം, കലക്കി കുടിച്ചതിന് ശേഷം ക്വാണ്ടിറ്റി പറഞ്ഞാൽ 3 സ്പൂണൊക്കെ തേൻ എടുക്കാം. ഒരു ഗ്ലാസ് വേണമെന്നില്ല, 1/2 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. അതിനകത്ത് 3 സ്പൂൺ തേൻ എടുക്കുക, തേൻ ഒഴിക്കുക. എന്നിട്ട് ഒരു കഷ്ണം ചെറുനാരങ്ങ പെട്ടെന്ന് കുറയണമെന്നുണ്ടെങ്കിൽ 1 ഫുൾ ഒഴിക്കുക. വിശന്നിട്ട് ഉപ്പാടും മാത്രം, അല്ലെങ്കിൽ ഒരു കഷ്ണം മുറിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാറ്, 2 മണിക്കൂർ നേരത്തിന് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. 2 മണിക്കൂർ നേരത്തെ നിങ്ങൾ ഭക്ഷണം വേറെ ഒന്നും കഴിക്കരുത്. ബോഡിക്ക് മൂവ്മെൻറ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക. ഒന്നുമില്ല, വീട്ടിൽ മുറ്റം അടിക്കുക, ഇല്ല വീടിൻ്റെ ഉള്ളടിക്കുക, അങ്ങനെ എന്തെങ്കിലും കുറച്ച് നടക്കുക, എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ അതാ ഞാൻ പറഞ്ഞ സീരിയസ് ആയെങ്കിലും നടക്കുള്ളൂ. ഒന്ന് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ നല്ല ഫുഡൊക്കെ മുന്നിലിരിക്കുമ്പോഴേ ഞാനൊരു വെയിറ്റ് ലോസിൻ്റെ ആളാണെന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും
മനസ്സിൽ വേണം. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എത്ര കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പം? ഇപ്പൊ ഒരു 59-60 ഉണ്ടാവും. പറയല്ലേ കേട്ടോ. 63? ഇല്ല ഇല്ല, 60 മുകളിൽ പോയാൽ ഞാൻ അന്ന് ചാവും. അപ്പോൾ ചിലപ്പോൾ വേണ്ടി വരുമല്ലോ. അതല്ല 60 കിലോ വെയിറ്റ് ചോദിക്കുന്നത് എന്താണെന്നല്ലോ, എത്ര വെയിറ്റ് ഉണ്ട് അതിനനുസരിച്ച് വെള്ളം കുടിക്കണം പറഞ്ഞു തരാൻ. എത്ര വെയിറ്റ് ഉണ്ട്? 59. അപ്പോൾ 60 കിലോ വെയിറ്റ് ഉള്ള ഒരു ദിവസം അല്ല, ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കണം. എങ്ങനെ കുടിക്കണം എന്ന് പറഞ്ഞുതരാം. ഞാനൊരു ട്രെയിലറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്നെ സ്പോർട്സാണ്. എങ്ങനെ കുടിക്കണം എന്ന് വെച്ചാൽ സിപ്പായിട്ട് റെഗുലർ ഉണ്ടാവുള്ളൂ. സിപ്പ് പറഞ്ഞ ഒരു കവള് കുറേശ്ശായിട്ട് പല സമയങ്ങളിലായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ട് 3 ലിറ്റർ വെള്ളം കുറേശ്ശായിട്ട് കുടിക്കുക. കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ എപ്പോഴും 1 മണിക്കൂർ മുന്നേ എന്ത് ചെയ്യണം, വെള്ളം കുടിച്ച് തീർക്കണം. കാരണം ഉറക്കം നമുക്ക് വളരെ അത്യാവശ്യം. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൂടും. അപ്പോൾ കറക്റ്റ് ഒരു 8 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം, ഒരു മനുഷ്യന് 8 മണിക്കൂറിൽ 6 മണിക്കൂറെങ്കിലും എന്തായിട്ടും ഉറങ്ങണം. അപ്പോൾ അത് കറക്റ്റായി ചെയ്യാം. ഉച്ചയ്ക്ക് ചോറ് അരി ഭക്ഷണം കഴിക്കണം, ചോറ് തിന്നണം. പിന്നെ രാത്രി വല്ല ചപ്പാത്തി എന്തെങ്കിലും തേനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ടേസ്റ്റ് ചെയ്യാം, കേൾക്കുന്നുണ്ടാവുമല്ലോ. പിന്നെ ഒരു 7 മണി മുതൽ 8 മണീൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാൻ പോലെ ചപ്പാത്തിയോ എന്തെങ്കിലും. ചപ്പാത്തിയിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പക്ഷേ ചോറിൽ അത്ര ഇല്ല. അങ്ങനെ കഴിക്കാം. പിന്നെ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിന്, പിന്നെ ചിക്കൻ പൊരിച്ചത്, മറ്റേ ബീഫ്, അതുപോലെ മന്തി കപ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിവാക്കാം. കൂടുതൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒഴിവാക്കാം. അങ്ങനെ നല്ല നിലയിൽ മുന്നോട്ട് പോയാൽ വെയിറ്റ് നന്നായിട്ട് കുറയും. ഇനി വെയിറ്റ് കുറഞ്ഞതിന് ശേഷം നിങ്ങൾ തേൻ കിട്ടില്ല എന്ന് കണ്ടാൽ നിങ്ങൾ എവിടെ സ്ഥലം ഇവിടെ വയനാട്ടുകാരുണ്ട്. കാക്കവയലായാലും വിഷയമൊന്നുമില്ല. വരാൻ പറ്റിയില്ലെങ്കിൽ കാർഡിൽ വിളിച്ചിട്ട് പിന്നെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി ആയിട്ട് വീട്ടിലേക്ക് സാധനം എന്ത് ചെയ്യും, അവിടെ എത്തിക്കും. അതിന് പോസ്റ്റൽ ചാർജ് കണ്ടില്ലേ, അതൊരു ബ്യൂട്ടിഫുൾ സെഷനായിരുന്നു കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും അവർ പറഞ്ഞു തരും, നമുക്ക് എന്തിനൊക്കെ എന്താ ഉപയോഗിക്കുന്നത് എല്ലാം പറഞ്ഞു തരും കേട്ടോ. അത് മാത്രമല്ല, നമുക്കിത് വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ഒരു കാർഡിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റൽ ചാർജ് മാത്രം കൊടുത്താൽ മതി. ഹണി ബീസിൻ്റെ സെഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇഷ്ടം പോലെ, അത് പിന്നെ നമ്മുടെ വയനാട്ടിലെ ലക്കിടി തൊട്ട് വൈത്തിരി വരെ ഇഷ്ടം പോലെ ഗാന്ധിഗ്രാമത്തിലുള്ള പ്രൊഡക്ട്സ് കിട്ടും. അതെല്ലാം അവിടെയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം, വേണമെങ്കിൽ വാങ്ങിക്കാം. ഇഷ്ടം പോലെ ഒരുപാട് സാധനങ്ങളുണ്ട്, എടുത്തെടുത്ത് പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് പോയി എൻജോയ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. എൻ്റെ ടിക്കറ്റ് വരുന്നത് 20-25 ഫോർ അഡൾട്ട്, അത്രേ ഉള്ളൂ. ഭയങ്കര അഫോർഡബിൾ ആണ്. ആൻഡ് അതിൻ്റെ അകത്ത് ആ ഒരു പൈസയ്ക്ക് കാണാൻ വേണ്ടി ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു വുഡൻ സാധനങ്ങളാണെങ്കിലും ഇതിൽ വുഡൻ മണി ബാങ്ക് ഒക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. അത്രയും പൈസ കൊടുത്ത് അത് വാങ്ങേണ്ട ആവശ്യമില്ല, ബട്ട് കാണാൻ വേണ്ടി രസമാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പം അതാണ് എക്സിറ്റ് പോയിൻറ്റ്. അവിടെ ആദ്യമായിട്ട് ഞാനൊരു സംഭവം കണ്ടു, ഐ ലവ് വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇത് ഐ ലവ് വയനാട് എന്ന് കാണുമ്പം ആസ് എ വയനാട്ടുകാരി നമുക്ക് ചെറിയൊരു ഒരു പുളകം കൊള്ളും. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടുന്ന് അത്യാവശ്യം നമ്മൾ നല്ലൊരു പൈസ പൊടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങുകയാണ്. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പൈസ ഇല്ല. പക്ഷെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്, കുറേ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. എന്താ വാങ്ങുന്നത് നമുക്ക് തന്നെ അറിയുന്നില്ല. ഇറങ്ങിയപ്പോഴാണെങ്കിൽ നല്ല അടിപൊളി മഴ. നമ്മുടെ വീട് അതിൻ്റെ അടുത്ത് തന്നെയാണ്. സോ ബട്ട് സ്റ്റിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ വരുന്നത്. അത് ഭയങ്കര ഒരു വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊന്നും ആണെന്നോ അവിടെ പോയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. സോ അതൊരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു മഴയത്ത് അകത്ത് കയറി കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ പുറത്ത് ആക്ച്വലി ഫുഡ് ആൻഡ് ബീവറേജസ് ഉണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് ക്ലോസ് ആയതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഓൾഡ് വൈത്തിരിയാണ്. എനിക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും കിട്ടും. ഇത് തന്നെ നമ്മുടെ മെയിൻ റോഡാണ്. ഇതിലെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഒരു 1/2 മണിക്കൂറിൽ പരിപാടി തീരും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.